2 തവണയായിട്ട് പവർ കട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കൊരു ഓക്സിജൻ്റെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ലെവലിലുള്ളതാണ്. അപ്പോൾ ഫുൾ ടൈം ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പവർ കട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയി. അതൊരു സർവൈവ് ചെയ്തു. ഫസ്റ്റ് ടൈം ഒരു 20-25 മിനിറ്റോളം പവർ കട്ടായിരുന്നു. അപ്പോൾ അത് സർവൈവ് ചെയ്ത് പിന്നെ ഒരു 11:30-11:45 ആ ടൈമിൽ വീണ്ടും പോയി. അതൊരു 20-25 മിനിറ്റോളം നീണ്ടു നിന്നിരുന്നു. ആ ടൈമിൽ KSEB ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള ലെവലിലാണ് സംസാരിച്ചത്. അപ്പോൾ ആ ടൈമിൽ ഇനി ഈ ഒരു അവസ്ഥ വേറൊരു ആർക്കും വരാതിരിക്കട്ടെ, അതിനുള്ള എന്തെങ്കിലും ഒരു നടപടി ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കുക. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ബ്രീതിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് എണീപ്പിച്ചിരുത്താൻ കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നാമത് പൾസ് നല്ല കുറവായിരുന്നു, നല്ല ഡൗൺ ആയിരുന്നു, ഒരു 44 ഒക്കെ വരുന്നു. അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് കൊണ്ടുപോകാൻ ഒരു ഓപ്ഷൻ ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്ന് ഒരു ഓട്ടോയിലൊന്നും കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ അവർ വിളിച്ചപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കൊരു ഇൻവെർട്ടർ മേടിച്ച് വെച്ചുകൂടി. നമുക്കും ആദ്യമായിട്ടാണ് ഒരു സിറ്റുവേഷൻ. അത്ര ദിവസം വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം മാറ്റിയാലും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇന്നലെ ഇത്തിരി കൂടുതൽ ആയപ്പോഴേക്കും നമുക്ക് കറണ്ട് പോയപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇങ്ങനൊരു ആദ്യം ഒരു 7 മണിക്ക് ഒരു അരമണിക്കൂറോളം പോയി. പിന്നെ ഒരു 11:45 കഴിഞ്ഞിട്ടാണ് അർദ്ധരാത്രിയാണ് പോകുന്നത്. ഒരു 12:15 വരെയൊക്കെ പോയിട്ടാണ്. നമ്മൾ വിളിക്കുമ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുന്നു, ഒന്നും ചെയ്യാനില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ആള് ഒരാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ഈ എന്താ പറയുക ഓക്സിജൻ വെച്ചാലാണ് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിലിണ്ടർ പോസിബിൾ അല്ല. സിലിണ്ടർ കാരണം 24 മണിക്കൂറും കണ്ടിന്യൂസ് നമുക്ക് വെക്കണം. അപ്പോൾ അതുകൊണ്ട് സിലിണ്ടർ ഒരു 1.5 ദിവസമൊക്കെ നിൽക്കുള്ളൂ സിലിണ്ടർ. അപ്പോൾ അത് പറ്റില്ല എന്ന് പാലിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓക്സിജൻ അതാണ് വെച്ചിരിക്കുന്നത്, മെഷീനാണ് വെച്ചിരിക്കുന്നത്. അത് കറണ്ട് ഉണ്ടെങ്കിലാണ്. ഇല്ല, അത് കറണ്ട് മാത്രമാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഹോസ്പിറ്റലിലായതോട് കൂടിയിട്ടാണ് ഒരുപാട് ബ്രീത്തിങ്ങിൻ്റെ ഒരു ഇഷ്യൂ, ഇതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോയത്. പിന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് ഒരുപാട് ബ്രീത്തിങ്ങിൻ്റെ ബുദ്ധിമുട്ട്, ഓക്സിജൻ വെക്കാതെ ആൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ലെവലിലോട്ട് വിളിച്ചിരുന്നു. അവരെ മാക്സിമം നോക്കാന്നുള്ള രീതിയിൽ സംസാരിച്ചു. എന്നാലും പിന്നീട് വിളിച്ച സമയത്ത് പറഞ്ഞത് അവർക്ക് പറ്റില്ല, അങ്ങനെ ഒരിടത്തായിട്ട് നമുക്ക് കറണ്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള ലെവലിലാണ് സംസാരിച്ചത്. മാക്സിമം ചോദിച്ചു, നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ബ്രീത്തിങ്ങിൻ്റെ ഒരു ഇഷ്യൂ എടുക്കുന്നത്. അപ്പോൾ അത് കണ്ട് പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കത് പറ്റില്ല എന്നുള്ള ലെവലിൽ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.